പാലക്കാട്ടുകാരുടെ MLA, കോൺഗ്രസിന്റെ യൂത്ത് പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നമ്മൾ ആ പൊസിഷനിൽ നിന്ന് താഴെ ഇറങ്ങിയിരിക്കുകയാണ്. റീസൺ ഒരു പെണ്ണാണ് കേട്ടോ. അതായത് എനിക്ക് ഈ ഒരു കാര്യത്തിൽ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദോ ആൾ നമ്മളുടെ ഓപ്പോസിറ്റ് പാർട്ടിക്കാരനാണ് എന്നിരുന്നാൽ പോലും, കാരണം ഞാൻ BJPയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഒരു പെണ്ണ് വന്ന് ചിരിച്ചിങ്ങനെ ഒരു ഹരാസ്മെന്റ് കേസ് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ഓൾസോ ഞാൻ ഒരു സ്പേസ് കൊടുക്കാതെ എനിക്കൊരാളും മെസ്സേജ് അയക്കത്തില്ല. എല്ലാവരിലും ഒരു കോഴി സ്വഭാവം എന്തായാലും ഉണ്ടാവും. പക്ഷേ ഞാൻ സ്പേസ് കൊടുക്കാതെ എനിക്ക് മെസ്സേജ് അയക്കത്തില്ല. അതുപോലെ ഒരാണ് സ്പേസ് തരാതെ ഞാൻ ചെന്ന് മെസ്സേജ് അയക്കത്തില്ല. അത് നമ്മൾ എന്റർടൈൻ ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഇത്രയും എന്താ പറയാ മെസ്സേജസ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയച്ചേക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നു എന്ന് പറയുന്നത്, അതും ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മെൻ, ഒരു കാര്യം ഞാൻ പറയാം, എസ്പെഷ്യലി രാഹുൽ മാങ്കൂട്ടത്തിൽ പോലെ ഉള്ള പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർ, വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. കാരണം ഇന്നത്തെ കാലത്തെ പെൺപിള്ളേർ അങ്ങനെയാണ്. ഐ സീൻ ലോട്ട് ഓഫ് ലേഡീസ്, ഓക്കെ, ഭർത്താവ് വേണ്ട, കുട്ടികൾ വേണ്ട, ദേ ലവ് ടു ചിൽ ഔട്ട് വിത്ത് അതേഴ്സ് ഹസ്ബൻഡ്സ്, അങ്ങനെയുള്ള കുറെ എണ്ണം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉള്ള കാലത്ത് നിങ്ങൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരു ചാറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു മെസ്സേജും കൊണ്ടാണ് ആ പെണ്ണെന്ന് വന്നിട്ടുള്ളത്. ഒരു ഫോൺ കോൾ ഇത്രയും മതി നിങ്ങളുടെ കരിയർ നശിപ്പിക്കാനായിട്ട്. സോ ഒരു പെണ്ണ് വിചാരിച്ചാൽ എന്തും നടക്കും. അത് നിങ്ങൾ എത്ര വലിയ കൊലകൊമ്പനായിക്കോട്ടെ, അത് അത്രയേ ഉള്ളൂ. കാരണം കള്ള് കേസോ കഞ്ചാവ് കേസോ മോഷണ കേസോ എന്തോ ആയിക്കോട്ടെ, പക്ഷെ പെണ്ണ് കേസ് എന്ന് വന്നു കഴിഞ്ഞാല് അത് എന്താ പറയാ ഭയങ്കര മോശമായിട്ടുള്ളൊരു കേസ് തന്നെയാണ്. നാറ്റക്കേസ് എന്ന് പറയില്ലേ, സംഭവം അത് തന്നെയാണ്. സോ മെൻ, ബി കെയർഫുൾ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പെണ്ണുങ്ങൾ ഭയങ്കര സ്മാർട്ടാണ്.